ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. സൗണ്ട് സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. കുറച്ചുകൂടി ആൾക്കാരൊന്ന് ജോയിൻ ചെയ്തോട്ടെ. Okay, so in the previous classes we discussed what is computer network, what is the definition of computer network, what are the major uses of computer network, which includes business application, home application and mobile uses. Then we discussed two models, that is client server model and peer-to-peer communication model. Then what is broadcast, what is multicast and what is unicast. After that, classification of computer network based on physical size, that is LAN, MAN and WAN. എക്സാമിന് ഒരിക്കൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് മുന്നേ, ക്ലാസിഫൈ ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സൈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ആൻസർ LAN, MAN, WAN ആണ്. ഫിസിക്കൽ സൈസിൻ്റെ ബേസിസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ആൻസർ ആണ് LAN, MAN, WAN. സോ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം. സോ എന്താണ് LAN, എന്താണ് MAN, എന്താണ് WAN എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദ LAN has different topologies, and we discussed 4 different topologies, that is bus topology, ring topology, star topology and mesh topology. Then MAN means it covers a large area. Then LAN. WAN means it covers a large geographical area, കുറച്ചുകൂടി വലിയ ഒരു network. And this WAN consists of 2 parts, that is host and subnet. Host means the systems owned by the customers, and subnet means which is owned by internet service provider. Okay, this subnet consists of 2 parts, that is transmission line and switching element. Transmission line means normal ആയിട്ട് യൂസ് ചെയ്യുന്ന cables. Switching elements means router, switches പോലെയുള്ള devices. Then we discussed what is packet switch network or store and forward network, and why packet switch network is called store and forward network. ഇവിടെ ഒരു നെറ്റ്വർക്കിൽ ഒരു റൂട്ടറിൽ പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് അഡ്രസ്സ് നോക്കിയിട്ട് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള, ഏത് ലൈനിലോട്ടാണ് സ്വിച്ച് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. സപ്പോസ് ഇഫ് ദാറ്റ് ലൈൻ ഈസ് ബിസി, അത് കുറച്ച് സമയം പാക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ആ ലൈന് ഫ്രീ ആകുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. Then we discussed protocol hierarchy. Protocol hierarchy means to reduce the complexity while designing a computer network, we divide that network into different layers, and each layer consists of a particular well-defined function. Okay, ഈ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഈ ഡാറ്റ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ടേക്ക് എത്തുന്നത്. ഓക്കെ, ഒരു 5 ലെയർ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആ ലെയറിൽ നിന്ന് എങ്ങനെയാണ് മെസ്സേജ് തൊട്ടടുത്ത മിഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു മിഷനിലെ ഹോസ്റ്റിലോട്ട് എത്തുന്നത് എന്നുള്ളത് കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഹൗ ദിസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഓക്കേഴ്സ്, എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഒരു മെസ്സേജ്, ആ മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, തൊട്ട് താഴെയുള്ള ലെയറിൽ കൊടുക്കുന്നു, ഹെഡർ ആഡ് ചെയ്യുന്നു, ദെൻ അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു, ഹെഡർ ആഡ് ചെയ്യുന്നു, അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു, ഹെഡർ ആഡ് ചെയ്യുന്നു. ഈ ഹെഡർ എന്ന് പറയുന്നത്, ദിസ് ഹെഡർ കൺസിസ്റ്റ് ഓഫ് control informations ആണ് ഈ ഹെഡറിൽ ഉണ്ടാവുക, which is used to for many controlling purpose like flow control, error control, sequence number, etc. In the receiver side,
ഈ ഹെഡറിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് മെസ്സേജ് എത്തിയത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം കമ്പൈൻ ചെയ്തിട്ട് തൊട്ട് മുകളിലുള്ള ലെയറിലോട്ട് അയക്കുന്നു ആൻഡ് ഈ ഒരു ഹെഡർ റിമൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ് ഫൈനലി റിസീവറുടെ അടുക്ക മെസ്സേജ് എത്തുന്നുണ്ടാവുക. Then we discussed design issues for the layers, which includes 8 major design issues while designing a new network or while designing a layers in the network, and which includes mechanism for identifying sender and receiver. സെൻഡറെയും റിസീവറെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ലൈക്ക് the network consists of large number of devices, and each devices consist of large number of processes. So if one process inside a device want to communicate with another process inside another device, so there should be a mechanism to identify that particular process. അതിനു വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ അഡ്രസ്സിംഗ് പോലെയുള്ള കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ, റൂൾസ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻറ്റ് റൂൾസ് എന്തൊക്കെയാണ്? ലൈക്ക് വൺ വേ കമ്മ്യൂണിക്കേഷൻസ് വിൽ ബി ദർ, ടു വേ കമ്മ്യൂണിക്കേഷൻ വിൽ ബി ദർ. സോ അതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ ടു വേ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റൂള് അതിലുണ്ടായിരിക്കണം. ഒരു ഹൈ പ്രയോറിറ്റിയുള്ള ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സെൻഡ് ചെയ്യണം, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം. തേർഡ് വൺ, എറർ കൺട്രോൾ. എറർ കൺട്രോൾ മീൻസ് ഈ ഒരു നെറ്റ്വർക്ക് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ഒക്കറിങ് എറേഴ്സ്. അങ്ങനെ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ എറേഴ്സ് ഉണ്ടായാൽ അതിനെ ഡിറ്റക്ട് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം ആൻഡ് ഫൈനലി അതിനെ സോൾവ് ചെയ്യണം. സോ ദർ ഷുഡ് ബി എ മെക്കാനിസം ഫോർ ഹാൻഡ്ലിങ് എറേഴ്സ്. സോ അങ്ങനെയുള്ള കുറേ എറർ കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. ആ എറർ കൺട്രോൾ മെക്കാനിസം ഈ നെറ്റ്വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ലോസ് ഓഫ് സീക്വൻസിങ്, വിച്ച് മീൻസ് ഒരു മെസ്സേജ് പല പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഇഫ് വി ആർ യൂസിങ് ഡൈനാമിക് റൂട്ടിംഗ് അൽഗോരിതം or even if we are using static routing or circuit switching mechanism, there is a chance of missing some packets miss ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ കേസസിലൊക്കെ നമുക്ക് കറക്റ്റ് ഓർഡറിൽ ഈ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും കിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കറക്റ്റ് എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തത് അതേ ഓർഡറിൽ തന്നെ ഇതിനെ റീഅറേഞ്ച് ചെയ്യണം, റീഅസംബിൾ ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല മെക്കാനിസം യൂസ് ചെയ്യും. അതിലുള്ള ഒന്നാണ് സീക്വൻസ് നമ്പർ. സീക്വൻസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ റിസീവർക്ക് ചെക്ക് ചെയ്യാം, ഓക്കെ സീക്വൻസ് നമ്പർ 1, 2, 3 എന്നുള്ള ഓർഡറിൽ തന്നെയാണോ. അങ്ങനെയാണ് എങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ് മെക്കാനിസം ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദിസ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് വൺ, കീപ്പ് എ ഫാസ്റ്റ് സെൻഡർ ഫ്രം സ്വാമ്പിങ് എ സ്ലോ റിസീവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലോ കൺട്രോൾ ആണ്. വിച്ച് മീൻസ് സെൻഡർ ഹൈ സ്പീഡിൽ സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഡിവൈസ് ആയിരിക്കും, റിസീവർ അത്രയും സ്പീഡിൽ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. സോ ആ കേസിൽ റിസീവറുടെ ബഫർ നിറഞ്ഞു കഴിഞ്ഞ് ബാക്കിയുള്ള മെസ്സേജൊക്കെ ലോസ് ആയി പോകും. അങ്ങനെയുള്ള ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്ത് റിസീവർ സെൻഡർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ഐ ആം നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ദീസ് മച്ച് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുക്കും. അതിനനുസരിച്ചിട്ട് സെൻഡർ അതിൻ്റെ സെൻഡ് ചെയ്യുന്ന ഫ്ലോ റിഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ മെക്കാനിസത്തിനെയാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുക. സോ വൈൽ ഡിസൈനിങ് എ നെറ്റ്വർക്ക് ദർ ഷുഡ് ബി എ പ്രോപ്പർ ഫ്ലോ കൺട്രോൾ മെക്കാനിസം. ദെൻ ഇന്നബിലിറ്റി ഓഫ് ഓൾ പ്രോസസ് ടു ആക്സെപ്റ്റ് ആർബിട്രറിലി ലോങ് മെസ്സേജസ്. ചില ഡിവൈസുകൾക്ക് വലിയ മെസ്സേജുകളെ പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, ബട്ട് റിസീവ് ചെയ്യുന്ന മെഷീൻ ചിലപ്പോൾ അത്രയും ലാർജ് മെസ്സേജസിനെ അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ ആ ഒരു കേസിൽ ആ ഒരു വലിയൊരു മെസ്സേജിനെ ഡിവൈഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യേണ്ട ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടായിരിക്കണം. നേരെ റിവേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു മെഷീന് വളരെ ചെറിയ ചെറിയ പാക്കറ്റ്സുകളെ മാത്രമേ അയക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, ബട്ട് റിസീവർക്ക് ഹൈ പ്രോസസ്സിങ് കപ്പാസിറ്റി ഉണ്ടാവും, ലാർജ് മെസ്സേജിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. സോ ആ ഒരു കേസിൽ ഈ റിസീവറുടെ ടൈമും പ്രോസസ്സിങ് കപ്പാസിറ്റി ഒക്കെ വെറുതെ വേസ്റ്റായി പോവുകയാണ്. സോ ദർ ഷുഡ് ബി എ മെക്കാനിസം ഇൻ ദ സെൻഡർ സൈഡ് ടു കമ്പൈൻ ഓൾ ദീസ് മെസ്സേജസ് ആൻഡ് സെൻഡ് ദാറ്റ് ടുഗെദർ. സോ അങ്ങനെയുള്ള മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ദെൻ ഇൻകൺവീനിയൻസ് ഓർ എക്സ്പെൻസീവ് ടു സെറ്റപ്പ് സെപ്പറേറ്റ് കണക്ഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള ഇൻകൺവീനിയൻസ് അത് ട്രാൻസ്മിഷൻ മീഡിയയുടെ അൺഅവൈലബിലിറ്റി കൊണ്ടായിരിക്കാം. സോ ആ കേസിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഫൈനലി റൂട്ടിംഗ് മീൻസ് സെൻഡറിൽ നിന്ന് റിസീവറിലോട്ട് എങ്ങനെയാണ്, ഏത് പാത്ത് വഴിയാണ് എത്തുന്നത് എന്നതാണ്
Actually, there are so many routing algorithms. Based on that, it select the best route and send the packet through that way. അതിനനുസരിച്ചുള്ള റൂട്ടിംഗ് അൽഗോരിതംസ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് ഇതിന്റെ ഡിസൈൻ ഇഷ്യൂസ്. Then we discussed one more thing, interface. എന്തായിരുന്നു interface? What you mean by interface? Anyone? What you mean by interface? What you mean by interface? കഴിഞ്ഞ ക്ലാസ്സിലും ക്വസ്റ്റ്യൻ ചോദിച്ചെല്ലാം ക്ലിയർ ചെയ്തതാണ്. സോ ആരെങ്കിലും ഒരാൾ ആൻസർ പറയാം. വാട്ട് യു മീൻ ബൈ ഇന്റർഫേസ്? യെസ്, ഓക്കെ മസ്ന. രണ്ട് ലെയേഴ്സിൻ്റെ ഇടയിലുള്ള പാർട്ട്, എസ്പെഷ്യലി സെയിം ഡിവൈസിൻ്റെ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയിലുള്ള പാർട്ടിനെയാണ് ഇന്റർഫേസ് എന്ന് പറയുക. ഡിഫറെൻറ്റ് മെഷീൻസിൻ്റെ സെയിം അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയാം. സോ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയിലുള്ളതാണ്, ബട്ട് മെൻഷൻ ദിസ് ഓൾസോ, സെയിം ഡിവൈസിൻ്റെ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയിലുള്ളതിനെയാണ് ഇന്റർഫേസ് എന്ന് പറയാം. ഡിഫറെൻറ്റ് മെഷീൻസിൻ്റെ സിമിലർ ആയിട്ടുള്ള ലെയേഴ്സിൻ്റെ ഇടയിലുള്ള സെറ്റ് ഓഫ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയാം. സെറ്റ് ഓഫ് എഗ്രിമെൻറ്റ് ഓർ സെറ്റ് ഓഫ് റൂൾസ്, അതിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയാം. ഓക്കെ. What is the purpose of this interface, or what are the roles of this interface? ഈ ഒരു ഇൻ്റർഫേസിലാണ് തൊട്ട് താഴെയുള്ള ലെയറിന് മുകളിലുള്ള ലെയറിന് എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഉണ്ടായിരിക്കുക. നോട്ട് ഓൺലി ദാറ്റ്, ഈ ഒരു ലെയേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഈ ലെയേഴ്സ് എന്തുകൊണ്ടാണ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒന്ന്, ഓഫ് കോഴ്സ്, ടു റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി. രണ്ടാമതൊരു കാര്യം, ഈ ലെയേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മുഴുവനും ഈ ഒരു ലെയറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. അതായത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മുഴുവൻ ഒരു ലെയർ തന്നെ ഹാൻഡിൽ ചെയ്യണം, അല്ലാതെ പകുതി ഈ ലെയർ ഉണ്ടാവാൻ പാടില്ല. എന്തിനായിരുന്നു അങ്ങനെ ഒരു ലെയറിൽ തന്നെ എല്ലാ കാര്യങ്ങളും, മീൻസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ഒരു ലെയർ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു ലെയറിൻ്റെ അകത്ത് പകുതിയും മറ്റൊരു ലെയറിൽ ബാക്കി പകുതിയും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Anyone? യെസ്, ഒന്ന് അപ്ഡേഷൻ. ഓക്കെ കൃഷ്ണ, ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ലെയറിൻ്റെ അകത്തുള്ള ഒരു ടെക്നോളജി നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് ഒരു റീസൺ. സോ ഈ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റർഫേസിൻ്റെ ഇടയിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ മാക്സിമം മിനിമൈസ് ചെയ്യണം. കാരണം ലെയർ 5 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മുഴുവൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കണം ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെ പകുതി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യണം. എന്തിനാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് വരികയാണെങ്കിൽ, ഒരു ലെയറിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു ടെക്നോളജി കൊണ്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെയറിൻ്റെ അകത്തുള്ള ആ ടെക്നോളജിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ ടെക്നോളജി കൊണ്ടുവരാം. അല്ലാത്ത കേസിൽ നമ്മൾ ഓരോ ലെയറിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും. രണ്ടാമത്തെ കേസ്, ഇവിടെ നമ്മൾ കുറച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു, ഇവിടെ കുറച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. സോ ഈ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയിൽ കുറേ, അല്ലെങ്കിൽ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം കുറച്ചുകൂടി ഒന്ന് സ്ലോ ആവും. കാരണം ഈ ഇൻ്റർഫേസിനിടയിലൂടെ അത്രയും ഡാറ്റ അങ്ങോട്ടും ടു ബോത്ത് ദ സൈഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. സോ സിസ്റ്റം കുറച്ചുകൂടി ഒന്ന് സ്ലോ ആവും. ഈ രണ്ട് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ വൺ ലെയർ. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ലെയേഴ്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ പാസ് മിനിമം ആയിരിക്കണം. നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും, അതേപോലെ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനും പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് ബേസിക് ടേംസുകൾ ഒന്ന് നോക്കാം. കണക്ഷൻ ഓറിയൻറ്റഡ് വെസസ് കണക്ഷൻ ലെസ് സർവീസ്. എന്താ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്, എന്താ കണക്ഷൻ ലെസ് സർവീസ്? നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്.
ഈവൻ ലാസ്റ്റ് സെമ്മിൽ ഓൾസോ നമ്മൾ ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആൻഡ് കണക്ഷൻലെസ് സർവീസ്? നിങ്ങൾ TCP UDP ഈ ഒരു ടേമുകളും കേട്ടിട്ടുണ്ടോ? TCP UDP ഒരു പ്രോട്ടോക്കോളാണത്. ട്രാൻസ്പോർട്ട് ലെയറിലുള്ള പ്രോട്ടോക്കോളാണ് TCP ആൻഡ് UDP. So one of this protocol is connection oriented service and one of this protocol is connectionless service. Like connection oriented connectionless നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? Any idea? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? കണക്ഷൻ ഓറിയന്റഡ് സർവീസ്, കണക്ഷൻ ലെസ് സർവീസ്. നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർ എക്സാമ്പിൾ സർക്യൂട്ട് സ്വിച്ചിങ്ങും ഡാറ്റാഗ്രാം നെറ്റ്വർക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അകത്തുള്ള സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? അല്ലെ ഡാറ്റാഗ്രാമിൻ്റെ അകത്തും സർക്യൂട്ട് സ്വിച്ചിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യെസ്, ഓക്കെ റൈസ. ഒരു പാത്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കും, ഒരു കണക്ഷൻ നമ്മൾ ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കും ഇവിടെ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അകത്ത്. ബട്ട് ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. സോ ആ ഒരു സിമിലർ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. കണക്ഷൻ ഓറിയന്റഡ് സർവീസ് മീൻസ് ഒരു കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനെ യൂസ് ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യും, അതിനുശേഷമായിരിക്കും എല്ലാം സെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ റിലീസ് ചെയ്യും. ദാറ്റ് ടൈപ്പ് ഓഫ് കണക്ഷൻ ഈസ് കോൾഡ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു റിലേറ്റ് ചെയ്ത് നമുക്കുള്ള എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കോളേജിൽ നിന്ന് കുറച്ച് വെഹിക്കിൾസ് മറ്റൊരു പോകുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ഇന്ന പാത്ത് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നു, ഒരു കണക്ഷൻ അവിടെ അല്ലെങ്കിൽ ആ ഒരു പാത്ത് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നു, അതിനെ യൂസ് ചെയ്യുന്നു. ആ സമയത്ത് വേറെ ആരും ആ വഴി പോകാൻ പാടില്ല. അതിനുശേഷം ആ ഒരു എല്ലാ വെഹിക്കിൾസും പോയതിനു ശേഷം ആ റോഡിനെ ഫ്രീ ആക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കും. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഒന്ന് റിലേറ്റ് ചെയ്താൽ മതി. ആദ്യം തന്നെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിനെ യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഡാറ്റയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം അതിനെ റിലീസ് ചെയ്യുന്നു. അതാണ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ്. ദെൻ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഓർഡറിങ് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർഡറിങ് എങ്ങനെയായിരിക്കും? ഓർഡറിങ് മീൻസ് നമ്മൾ പല മെസ്സേജസ് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ അയക്കുക. അത് അതേ രീതിയിലാണോ അവിടെ എത്തുക, അല്ലെങ്കിൽ പല രീതിയിലാണോ എത്തുക? If you are using connection oriented service or if you are using circuit switching network, and if we send a message by dividing that message into different parts, then അത് റിസീവർ സൈഡിൽ എത്തുമ്പം ആ ഒരു ഓർഡർ പ്രിസർവ് ചെയ്യുമോ അല്ലെങ്കിൽ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവുമോ? 1 2 3 4 5 എന്ന് ഒരു 10 മെസ്സേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് 1 2 3 4 5 തന്നെയാണോ അവിടെ എത്തുക, അല്ലെങ്കിൽ വ്യത്യാസം വരുമോ? സിമ്പിൾ കൺസെപ്റ്റാണ്, അധികം ചിന്തിക്കാനൊന്നും ഇല്ല. എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഓർഡർ പ്രിസർവ് ചെയ്യുമോ? എല്ലാവരും ഒരേ വഴിയിലാണ് പോകുന്നത് എങ്കിൽ ഈ അയച്ച ഓർഡർ തന്നെയായിരിക്കോ റിസീവർ സൈഡിൽ എത്തുക, അല്ലെ വേറെ ഓർഡറിലാണോ വരിക? ഓക്കെ ഓക്കെ റൈസ, സെയിം മോഡലാണ് വരിക. അതായത് ഓർഡർ അവിടെ പ്രിസർവ് ചെയ്യും. സീക്വൻസ് നമ്പറിന്റെ വലിയ റോൾ അവിടെ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സീക്വൻസ് നമ്പർ വെച്ചാൽ തന്നെ 1 2 3 4 5 എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അവിടെ വരിക. മോസ്റ്റ് കേസിലും ഓർഡർ പ്രിസർവ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങളൊരു പൈപ്പിലൂടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു റോഡിലൂടെ വെഹിക്കിൾസ് പോവുകയാണ്. ആ റോഡിലൂടെ അറ്റ് എ ടൈം ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. 1 2 3 4 10 വണ്ടികൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഡെസ്റ്റിനേഷൻ്റെ അകത്ത് അതേ ഓർഡറിലല്ലേ അവിടെ എത്തുക. ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. സോ ഇൻ കണക്ഷൻ ഓറിയന്റഡ് സർവീസ് വി എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ
use it, then release that connection for other devices. And in this case, most of the cases, the order is preserved. ഇതിൻ്റെ എക്സാമ്പിളാണ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് 6th മൊഡ്യൂൾ പഠിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ലാബ് എക്സ്പെരിമെൻറ്റിൻ്റെ അകത്തുള്ള എക്സ്പെരിമെൻ്റ് ആണ് TCP 1 way, TCP 2 way, UDP 1 way, UDP 2 way ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടിക്കോളും. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, TCP എന്നുള്ളത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോളാണ്. കണക്ഷൻലെസ് സർവീസ്. കണക്ഷൻലെസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഒന്നും റിസർവ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ഒരു പ്രോപ്പർ കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. വി ട്രൈ ടു ഡെലിവർ ദ മെസ്സേജ് മാക്സിമം റിലയബിലിറ്റി ഉൾപ്പെടെ എടുത്ത് അതിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടി നോക്കും. ബട്ട് എപ്പോഴും നമുക്ക് അവിടെ ഓർഡർ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഡാറ്റാഗ്രാം സർവീസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. ഓരോന്നും ഓരോ റൂട്ട് വഴിയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. സോ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എപ്പോഴും 1 2 3 4 5 എന്നുള്ള അതേ ഓർഡറിൽ തന്നെ അവിടെ എത്തണം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിൻ്റെ എക്സാമ്പിളാണ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാം. തൽക്കാലം എക്സാമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ. സോ എന്ത് TCP ആണോ യൂസ് ചെയ്യേണ്ടത്, UDP ആണോ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം ഫയൽ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ, അതായത് എന്തായാലും നമുക്ക് ആ ഫയലിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തായാലും ഒരു ഡാറ്റയും മിസ്സാവാതെ അവിടെ എത്തണം. അങ്ങനത്തെ കേസിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ നമ്മൾ TCP ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഒരു വീഡിയോ പോലെയുള്ള കാര്യങ്ങൾ, അതായത് അല്ലെങ്കിൽ ഓഡിയോ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് മിസ്സായാലും ഇഷ്യൂസ് ഇല്ല എന്നുള്ള കേസിൽ ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് UDP യൂസ് ചെയ്യുക. ഓക്കെ. സോ ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻലെസ് സർവീസ്. നെക്സ്റ്റ്, ക്വാളിറ്റി ഓഫ് സർവീസ്. ഇത് നമുക്ക് 4ാമത്തെ മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ക്വാളിറ്റി ഓഫ് സർവീസ്, ആ ക്വാളിറ്റി ഓഫ് സർവീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാനുണ്ട്. അതും എളുപ്പം മനസ്സിലാക്കാവുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ. ഇത് പറയുന്നതിന് മുന്നേ ക്വാളിറ്റി ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ എത്തണം, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ എത്തുക. ഇത് റിസീവ് ചെയ്യുന്ന യൂസർക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ഇല്ലാതെ, ഒരു ബോറടി ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ ഡാറ്റ അവിടെ എത്തിക്കുക. അതിനെയാണ് ക്വാളിറ്റി ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് പറയാൻ പറ്റുമോ? ക്വാളിറ്റി ഓഫ് സർവീസ് നിങ്ങൾ ഡെയിലി ബേസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് നെറ്റ് കുറയുന്ന സമയത്ത്, സ്പീഡ് കുറയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആ മെത്തേഡിൻ്റെ പേര് തന്നെ കാണാൻ പറ്റും. ആർക്കും പറയാൻ പറ്റുമോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 4th മൊഡ്യൂൾ പഠിക്കാം. ജസ്റ്റ് നിങ്ങൾ ഡെയിലി ബേസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ചോദിക്കുന്നത് മാത്രം. ക്വാളിറ്റി ഓഫ് സർവീസ് ഒന്നുകൂടി പറയാം. എന്താ ക്വാളിറ്റി ഓഫ് സർവീസ്? യൂസർ, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ സർവീസിന് മാക്സിമം ക്വാളിറ്റിയിൽ അവൈലബിൾ ആയിരിക്കണം. അതായത് ഡിലേ ഒന്നും ഇല്ലാതെ, കറക്റ്റ് ക്ലാരിറ്റിയിൽ, കറക്റ്റ് സ്പീഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് മെക്കാനിസം നിങ്ങൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ക്വാളിറ്റി ഓഫ് സർവീസ് കൊടുക്കുന്ന ധാരാളം മെക്കാനിസംസ് ഉണ്ട്. ബട്ട് അതിലുള്ള ഒരു മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് 4th മൊഡ്യൂൾ പഠിക്കാം. എന്നാലും അതിലൊരു മെക്കാനിസം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിവൺ? എന്താണ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സംഗീത്, സംഗീത, സംഗീത, ഈ പറഞ്ഞതിന് ആൻസർ പറയാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ക്വാളിറ്റി ഓഫ് സർവീസ്, യൂസർക്ക് ആക്സസ് ചെയ്യുന്ന സർവീസ് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക, ഡിലേ ഇല്ലാതെ, കറക്റ്റ് ക്ലാരിറ്റിയിൽ, സ്പീഡിൽ ഒക്കെ കിട്ടുന്ന ഒരു മെക്കാനിസം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
ഓക്കെ, വേറെ ആർക്കെങ്കിലും? നിതിൻ? ഹലോ. ആർക്കും ഐഡിയ ഉണ്ടോ? ഓക്കെ, നിങ്ങളിത് യൂട്യൂബിലായിരിക്കും നിങ്ങളിത് ഇത് കണ്ടിട്ടുണ്ടാവുക. യൂട്യൂബിൽ നെറ്റൊക്കെ സ്പീഡാകുന്ന സമയത്ത് കുറച്ച് മുന്നേ വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. യെസ്, ഓക്കെ ശ്രീഷ്മ. ഈ ടേം നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഫറിങ്? ബഫറിങ് എന്നുള്ള ടേം കേൾക്കാത്ത ആളുണ്ടോ, അല്ലെ കാണാത്ത ആളുണ്ടോ യൂട്യൂബിൻ്റെ അകത്ത്? ബഫറിങ് ആരും കേട്ടിട്ടില്ലേ? ഓക്കെ ശ്രീഷ്മ, ബഫറിങ് തന്നെയാണ് ആ ഒരു കൺസെപ്റ്റ്. ഈ ബഫറിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ ആരും, ബാക്കി ആരും കേട്ടിട്ടില്ല ഇതുവരെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ബഫറിങ്. ഓക്കെ, സോ ഈ ബഫറിങ് നിങ്ങൾ എന്തായാലും കാണാത്തവരാരും ഉണ്ടാവില്ല, കാരണം എല്ലാവരും യൂട്യൂബ് എടുക്കുന്ന ആൾക്കാരാണ്. നെറ്റ് ഒന്ന് സ്ലോ ആകുമെന്ന് തോന്നുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് കറങ്ങുന്ന കാണാം, ആ ഒരു വീഡിയോ. ആ വീഡിയോ കറങ്ങുന്ന ആക്ച്വലി എന്താ ചെയ്യുന്നത്, അത് ബഫർ ചെയ്യുന്നതാണ്. ബഫർ ചെയ്യുന്നതെന്ന് മീൻസ് ചില സമയത്ത് ഈ ജിറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡിലേ ഇൻ അറൈവിങ് ദ മെസ്സേജ്, അതായത് മെസ്സേജ് അറൈവ് ചെയ്യുന്ന ഡിലേയിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ജിറ്റർ എന്ന് പറയാം. അപ്പം അങ്ങനെ ഇപ്പം നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്ത് ആദ്യം ഒരു സെക്കൻഡ് വീഡിയോ കണ്ടു, പിന്നെ കുറച്ച് ഡിലേ, പിന്നെ ഒരു 2 സെക്കൻഡ് നിങ്ങൾ വീഡിയോ കാണുന്നു, വീണ്ടും ഡിലേ, ഒരു 3 സെക്കൻഡ് വീഡിയോ കാണുന്നു, വീണ്ടും ഡിലേ, അങ്ങനെ പിന്നെയും ഡിലേ ആയി. ഓരോ സെക്കൻഡ് വീഡിയോ കാണുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടാവുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു 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 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് വീഡിയോ കാണുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ പറയുന്ന ബഫറിംഗ് എന്ന് പറയുന്നത്. സോ എന്താ ചെയ്യുന്നത്, ഈ വരുന്ന പല ഡിലേയിൽ വരുന്ന ഈ ഒരു മെസ്സേജസ് ഉണ്ടല്ലോ, ആ മെസ്സേജസിനെ ഒരു ബഫറിലോട്ട് കൊണ്ട് ഇടും. ആ ബഫറിലോട്ട് കൊണ്ടിടുന്ന ആ ഒരു ടൈമിലാണ് ഇതിങ്ങനെ കറങ്ങുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുക. പിന്നെന്ത് ചെയ്യുക, ഈ ബഫറിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് ഈ യൂസർക്ക് കൊടുക്കും. അപ്പം എന്ത് ചെയ്യും, ആ ബഫറിൻ്റെ അകത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് കൊടുക്കുമ്പം ഒരു മിനിമം ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലോ നമുക്ക് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇത് വീഡിയോസ് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആ യൂസർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആവും. അല്ലാതെ ഒരു സെക്കൻഡ് വീഡിയോ കണ്ടു പിന്നെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തു, വീണ്ടും ഒരു സെക്കൻഡ് നിങ്ങൾ വീഡിയോ കണ്ടു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവുക ആ ഒരു സർവീസിന് ഉണ്ടാവുക ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിനിറ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, സോ ബഫറിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസ് ടെക്നിക്. ഏകദേശം ഐഡിയ കിട്ടിയോ എന്താണ് ബഫറിംഗ്, എന്താണ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്നുള്ളത്? വേറെയും പല മെക്കാനിസംസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലായോ? ഇത് നിങ്ങൾ മീൻസ് റിയൽ ലൈഫുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. ഇത് ഓക്കെ ആണോ കൺസെപ്റ്റ്? ഒന്ന് റിപ്ലൈ ചെയ്തേ. സംഗീത്, നിതിൻ, അഖിൽ, ഇപ്പോൾ ഓക്കെ ആണോ ഈ കൺസെപ്റ്റ്? ഓക്കെ, സോ ഓക്കെ ശ്രീഷ്മ, ബഫറിംഗ് എന്നുള്ളത് തന്നെയാണ് ആ ഒരു കൺസെപ്റ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് 4th മൊഡ്യൂളിൽ നോക്കാം. സോ ക്വാളിറ്റി ഓഫ് സർവീസ്, റിലയബിൾ. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം റിലയബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു സിസ്റ്റം റിലയബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? വാട്ട് യു മീൻ ബൈ എ സിസ്റ്റം ഈസ് റിലയബിൾ? അല്ലെങ്കിൽ ഒരു കണക്ഷൻ റിലയബിൾ കണക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ഈ ടേമൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണോ റിലയബിൾ എന്നൊക്കെ? റിലയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കണക്ഷൻ റിലയബിൾ ആണെന്ന് പറഞ്ഞാൽ ആ കണക്ഷനിലൂടെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് റിസീവർ സൈഡിൽ എത്തിയിട്ടുണ്ടാവും, പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം റിലയബിൾ ആണെന്ന് നമുക്ക് പറയാം. ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റിസീവർ സൈഡിൽ എത്തും. അത് എത്തിയെന്ന് എങ്ങനെ മനസ്സിലാക്കുക? റിസീവർ ഒരു അക്നോളജ്മെന്റ് കൊടുക്കും. ഓക്കെ, ദിസ് മെസ്സേജ് റിസീവ്ഡ് ഹിയർ പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് കൊടുക്കും. എസ്പെഷ്യലി ഈ ഫയൽ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ ഈ റിലയബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫയലിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് തന്നെ അവിടെ ഒന്നും മിസ്സാവാതെ എത്തണം. ഓക്കെ, സോ ഈ ഫയൽ ട്രാൻസ്ഫറിൻ്റെ അകത്ത് ഈ അയക്കുന്ന ആൾക്ക് മേക്ക് ഷുവർ ചെയ്യണം, അതായത് അത് അവിടെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കണം. അതിനൊക്കെ നമ്മൾ റിലയബിൾ ആയിട്ടുള്ള സർവീസുകളാണ് യൂസ് ചെയ്യുക. TCP ഈസ് എ റിലയബിൾ സർവീസ്. സോ TCP കണക്ഷൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതവിടെ എത്തുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ അത് ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് എടുക്കും, ബട്ട് എപ്പോഴും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അതവിടെ എത്തും പ്രോപ്പറായിട്ട് എന്നുള്ള കേസിൽ. സോ ദാറ്റ്സ് അൺറിലയബിൾ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റിലയബിൾ കണക്ഷൻ ഓറിയന്റഡ് സർവീസിന് 2 വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് മെസ്സേജ് സീക്വൻസും ഒന്ന് ബൈറ്റ് സ്ട്രീം. ഈ മെസ്സേജ് സീക്വൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെസ്സേജസിന് ഓരോ ബൗണ്ടറീസ് ഉണ്ടാവും. ആ ബൗണ്ടറീസ് പ്രിസേർവ്ഡ് ആയിരിക്കും. വിച്ച് മീൻസ് നമ്മൾ 2 ഡാറ്റ അയച്ചു അല്ലെ 2 മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന്റെ ഒരു മെസ്സേജിന്റെ സൈസ് 1024 ബൈറ്റാന്ന് വിചാരിക്കുക, രണ്ടാമത്തതിൻ്റെയും 1024 ബൈറ്റ്. അങ്ങനെയാണെങ്കിൽ അത് റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാലും 2 മെസ്സേജ് ആയിട്ട് തന്നെ നിൽക്കണം. വിച്ച് മീൻസ് ഒരു 1024 മറ്റൊരു 1024 ആയിട്ട് തന്നെ നിൽക്കണം. അല്ലാതെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് 2048 ഒരു വലിയ ഡാറ്റയായിട്ട് അവിടെ എത്താൻ പാടില്ല. ആ മെസ്സേജിന്റെ ബൗണ്ടറി അവിടെ ഉണ്ടായിരിക്കണം, അത് പ്രിസർവ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കണക്ഷനാണ് മെസ്സേജ് സീക്വൻസ് എന്ന് പറയാം. അങ്ങനെയല്ലാതെ ഒരു സ്ട്രീം ഓഫ് ബൈറ്റ്സ് ഒന്നിച്ച് അയക്കുന്നതിനെയാണ് ബൈറ്റ് സ്ട്രീം എന്ന് പറയാം. ഓക്കെ, സോ ദർ ആർ 2 type of connection oriented service or 2 variations of connection oriented service, message sequence and byte stream. നമ്മൾ പറയാം മെസ്സേജ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മെസ്സേജസ് അയക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഒരു മെസ്സേജ്, ഇത് മറ്റൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ഓരോ മെസ്സേജിനും 1024 സൈസ്. അത് റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാലും ഇത് സെൻറ്റർ സൈഡ്, ഇത് റിസീവർ സൈഡ് ആണെങ്കിൽ റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാലും ഇത് സെപ്പറേറ്റ് 1024 ഇതും സെപ്പറേറ്റ് 1024, 2 സെപ്പറേറ്റ് മെസ്സേജ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. ഈ മെസ്സേജ് ബൗണ്ടറി റിസർവ് ചെയ്തിരിക്കണം. അല്ലാതെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ലോങ് മെസ്സേജ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു വേരിയേഷനാണ് മെസ്സേജ് സീക്വൻസ്. ബൈറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ അത് ഒരു ഇഷ്യൂസ് ഒന്നുമില്ല, കമ്പൈൻ ചെയ്തിട്ട് അവിടെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു മെസ്സേജ് ബൗണ്ടറി ഒന്നും പ്രിസർവ് ചെയ്യില്ല. അങ്ങനെയുള്ളതിനെയാണ് ബൈറ്റ് സ്ട്രീം എന്ന് പറയാം. ഓക്കെ, ദെൻ ഇതിലുള്ള ഒരു വേരിയേഷൻസ് ഉണ്ട്. ഈ ഒരു സ്ലൈഡും കൂടി ആയിട്ട് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ്, അക്നോളജ്ഡ് ഡാറ്റാഗ്രാം സർവീസ്, റിക്വസ്റ്റ് റിപ്ലൈ സർവീസ് എന്ന് പറഞ്ഞിട്ട് 3 സർവീസ് ഉണ്ട്. അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ്, അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരുന്നു, നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അവിടെ മെസ്സേജ് പ്രോപ്പറായിട്ട് റീച്ച് ചെയ്യുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, കണക്ഷൻലെസ് ആണ് പൊതുവെ അൺറിലയബിൾ ആയിട്ടുണ്ടാവുക. അവിടെ എത്തിയ മെസ്സേജ് ഒരു അക്നോളജ്മെന്റ് കൊടുക്കുന്നുണ്ടാവില്ല. നമ്മളിവിടെ മാക്സിമം എഫേർട്ട് എടുക്കും അവിടെ മെസ്സേജ് ഡെലിവറി ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ബട്ട് നമുക്ക് ഒരിക്കലും അത് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് കൈൻഡ് ഓഫ് സർവീസ് ഈസ് കോൾഡ് അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ്. നമ്മൾ മുന്നേ പഠിച്ച ഡാറ്റാഗ്രാം സർവീസ് അതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, അക്നോളജ്ഡ് ഡാറ്റാഗ്രാം സർവീസ്. ചില സിറ്റുവേഷൻ ഉണ്ടാവും, ആ സിറ്റുവേഷൻ്റെ അകത്ത് നമുക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല, അല്ലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് എന്നാൽ പോലും മെസ്സേജ് അവിടെ എത്തി എന്ന് ഉറപ്പ് വരുത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അക്നോളജ്ഡ് ഡാറ്റാഗ്രാം സർവീസ്. അതായത് ഡാറ്റാഗ്രാം സർവീസിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ, അക്നോളജ്ഡ് ഡാറ്റാഗ്രാം സർവീസ്. ഡാറ്റാഗ്രാം സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, പ്രീ ഡിഫൈൻഡ് കണക്ഷൻസ് ഉണ്ടായിരിക്കില്ല. ബട്ട് എന്നാൽ പോലും നമുക്ക് റിലയബിലിറ്റി അവിടെ ഉറപ്പ് വരുത്തേണ്ട കേസ് ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യും, ഒരു പുതിയൊരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യും. ദാറ്റ് ദ റിസീവർ ഷുഡ് സെൻഡ് എൻ അക്നോളജ്മെന്റ് ബാക്ക് ടു ദി സെൻഡർ ദാറ്റ് വെദർ ദ മെസ്സേജ് റിസീവ്ഡ് ഓർ നോട്ട് എന്നുള്ള ഒരു മെക്കാനിസം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതാണ് അക്നോളജ്ഡ് ഡാറ്റാഗ്രാം സർവീസ്. ഫൈനലി, റിക്വസ്റ്റ് റിപ്ലൈ സർവീസ്. ഈ റിക്വസ്റ്റ് റിപ്ലൈ സർവീസ് എന്ന് പറയുന്നത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് റിക്വസ്റ്റ് റിപ്ലൈ സർവീസ് എന്ന് പറയുക. ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യും, സെർവർ അതിന് റിപ്ലൈ കൊടുക്കും. ഓക്കെ, സോ ഇത്രയും കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ?
ഒന്ന് റിപ്ലൈ ചെയ്യുക. ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്കൊന്ന് മാക്സിമം 2-3 അവർ കൊണ്ട് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അപ്പം അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ആകാശ് ആബ്സെന്റ്, അഭിനന്ദ് ഓക്കെ, അഭിനവ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആദർശ് ഓക്കെ, അദ്വൈത് ഓക്കെ, അജ്മൽ, അഖിൽ, അനക, അഞ്ജലി, അനുഗ്രഹ്, അത്തിൻ ആബ്സെന്റ്, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക് ഇല്ലേ? കാർത്തിക് ആബ്സെന്റ്, കീർത്തന ആബ്സെന്റ്, സിനാൻ ഓക്കെ, ഇജാസ് ആബ്സെന്റ്, നഫ ഓക്കെ, നേഹ നിതിൻ ഓക്കെ, പ്രണവ് സി ആബ്സെന്റ് ആണോ? സി ആബ്സെന്റ്, റൈസ റസാന, ക്രിസ്ത്യൻ റോഷൻ ആബ്സെന്റ്, സഹല ബി സഹല ഓക്കെ, സഹല എൻ ആബ്സെന്റ്, സംഗീത് സാരംഗ് ആബ്സെന്റ്, ഷാരുൺ ശ്രദ്ധ വിഷ്ണു ആബ്സെന്റ്, വൈഷ്ണവി ശ്രീഷ്മ അഞ്ജിത ഷിറോണ ഓക്കെ. സോ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.